ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നിർണായകമായ നയതന്ത്ര നീക്കങ്ങളൊക്കെ നടത്തുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഇന്ത്യ. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ ലോകരാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആ രാജ്യങ്ങളുമായിട്ട് മികച്ച നയതന്ത്ര ബന്ധം പിന്തുടരാനും അവരുമായിട്ട് സൈനിക, സാമ്പത്തിക, വ്യാപാര കരാറുകളിലൊക്കെ ഒപ്പിടാനും സാധിക്കുന്നുണ്ട്. അതിനു പറ്റിയൊരു വിദേശകാര്യമന്ത്രിയുണ്ട്, എസ് ജയശങ്കർ. അദ്ദേഹത്തിൻ്റെയും സൗമ്യമായ ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഖ്യാതി രാജ്യാന്തര തലത്തിൽ ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയുമായി ചേർന്ന് വിവിധ കരാറുകളിലൊക്കെ ഒപ്പുവെക്കുകയും ചെയ്തത് ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോഴാണ് പുടിനെ ഔദ്യോഗികമായി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. ഈ വർഷം തന്നെ പുടിൻ ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. എന്ന് മാത്രവുമല്ല, ഇന്ത്യയുമായിട്ട് ചില നിർണായകമായ സൈനിക കരാറിലും ഏർപ്പെടുന്നു. ഇപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 4 വർഷമായി തുടരുന്ന ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ മുൻകൈ എടുത്ത് ഒരു നീക്കം നടത്തണം ആവശ്യപ്പെടുന്നത് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെട്ട രാജ്യങ്ങൾ. പ്രത്യേകിച്ച് യൂറോപ്പിലെ നയതന്ത്ര വിദഗ്ധരാണ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കി 2026 ജനുവരിയിൽ ഇന്ത്യയിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ചകൾ ഔദ്യോഗികമായി ആരംഭിച്ചു. അതും പുടിൻ ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഈ 2026 അതായത് ജനുവരിയിൽ ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ ഇത് ഉക്രൈനിൽ നിന്ന് എത്തുന്ന 4ാമത്തെ പ്രസിഡന്റായിട്ട് അദ്ദേഹം മാറും. ഇതിനു മുമ്പ് 3 തവണയാണ് പ്രസിഡന്റുമാർ ഇന്ത്യയിലേക്ക് എത്തിയത്. ഒന്ന് 1992, പിന്നീട് 2002, പിന്നീട് 2012. ഇവിടെ സെലൻസ്കിയുടെ ആവശ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നുള്ളത്. കഴിഞ്ഞ 4 വർഷമായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ പല മേഖലകളും അരക്ഷിതാവസ്ഥയിലാണെന്ന് പറയാം. കാരണം റഷ്യ ഏത് നിമിഷവും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെട്ട ഒരുപക്ഷെ പോളണ്ടിനെയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെയോ ഒക്കെ ആക്രമിച്ചേക്കാം എന്ന ആശങ്ക നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായ ഇടപെടൽ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. കാരണം ഈ സംഘർഷത്തിൽ ഒരിക്കൽ പോലും ഇന്ത്യ പക്ഷം പിടിച്ചിട്ടില്ല. ഇന്ത്യ റഷ്യയ്ക്കൊപ്പവും നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്നുണ്ട്, ഉക്രൈനുമായിട്ടും നല്ല ബന്ധം പുലർത്താനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. 2022 ഈ യുദ്ധം ആരംഭിച്ച സമയത്ത് തന്നെ നമ്മൾ സെലൻസ്കിയെയും അതുപോലെ തന്നെ പുടിനെയും ഒക്കെ വിളിച്ച് ഫോണിൽ സംസാരിച്ചു. എന്തിന്? സെലൻസ്കിയുമായിട്ട് 8 തവണയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചത്. അതുപോലെ തന്നെ 4 തവണ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്തു. പക്ഷെ അപ്പോഴൊക്കെ സെലൻസ്കി കരുതിയത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഈ കാര്യങ്ങളിൽ ഇടപെടുമെന്നും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്നുമാണ് അവർ പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ട്രംപ് ഏറ്റവും ഒടുവിൽ 20-ന് ഉടമ്പടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് യുദ്ധം അവസാനിപ്പിച്ചാൽ 50% നേട്ടം റഷ്യയ്ക്കുണ്ടാവും. സ്വാഭാവികമായും 50% ഉക്രൈനും വന്നു ചേരേണ്ടതാണ്. പക്ഷേ ആ ഉക്രൈനും വന്നു ചേരേണ്ട നേട്ടങ്ങൾ അമേരിക്ക കൈയടക്കാനാണ് ശ്രമിച്ചത്. എന്ന് വെച്ചാൽ അമേരിക്ക ഉക്രൈനെ കൃത്യമായിട്ട് ചതിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സെലൻസ്കി പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെടണം, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണം. അതുകൊണ്ടാണ് സെലൻസ്കി 2026 ജനുവരിയിൽ ഇന്ത്യയിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചത്. ഇപ്പൊ കഴിഞ്ഞ വർഷം ജൂലൈ മാസം നമുക്കറിയാം, ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടതോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി നേരിട്ട് റഷ്യയിലേക്ക് പോകുന്നു, പുടിനുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നു. അന്ന് സെലൻസ്കി നമ്മളെ വിമർശിക്കുകയും ചെയ്തു. എന്നിട്ട് തൊട്ടടുത്ത മാസം, അതായത് ഓഗസ്റ്റിൽ തന്നെ മോദി നേരെ സെലൻസ്കിയെ കാണാനായിട്ട് ഉക്രൈനിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ചും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അന്ന് സെലൻസ്കിക്കുണ്ടായ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി. ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നയതന്ത്ര മേഖലയിൽ ഏറ്റവും മികവ് പുലർത്തുന്ന രാജ്യം ഇന്ത്യയാണ്. ഇത് യൂറോപ്യൻ യൂണിയൻ അംഗീകരിക്കുന്നുണ്ട്. യൂറോപ്പിലെ തന്നെ നയതന്ത്ര വിദഗ്ധർ ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഇടപെട്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ്. ഇത് പറയാനുള്ള കാരണം ഉക്രൈനിൽ നിലവിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമ്മർദ്ദമുണ്ട്. കാരണം നാറ്റോയിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം പണവും ആയുധങ്ങളും ഒക്കെ തന്നെ വിവിധ രാജ്യങ്ങളിൽ എത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ അഴിമതിക്ക് കളമൊരുക്കും. അതുകൊണ്ട് സെലൻസ്കിയുടെ പേരിൽ അഴിമതി ആരോപണമുണ്ട്. കൂടാതെ സെലൻസ്കിയുടെ വിശ്വസ്തനുണ്ട്, അതായത് വലങ്കൈ എന്നൊക്കെ പറയുന്ന ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രേ യെർമാർക്ക് ഈ ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു. അതിനുശേഷം പുതിയ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഇന്ത്യയുമായുള്ള ചർച്ചയ്ക്ക് കുറച്ച് വേഗത കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും പുടിനുമായിട്ട് ഇന്ത്യ
അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി നടത്തിയ ചർച്ചകൾ. ഈ ചർച്ചകൾക്ക് ശേഷം ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഈ പ്രസ്താവനയിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം എന്ന വാക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. പകരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിസന്ധി എന്നാണ് പറഞ്ഞത്. അതായത് ഇന്ത്യ നയതന്ത്ര തലത്തിൽ ശരിയായ ദിശയിൽ ചില നീക്കങ്ങൾ നടത്തുന്നു. ഇത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വീണ്ടും മോദി ഇറങ്ങണമെന്നാണ് G7 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഒക്കെ ആവശ്യപ്പെടുന്നതും. എന്തായാലും 2028 യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇത് യുദ്ധത്തിന്റെ സമയമല്ല, നമ്മൾ യുദ്ധത്തിലേക്ക് പോകണ്ടെന്നൊക്കെ പുടിനോട് പറഞ്ഞു. അന്ന് അത് കേട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ മീറ്റിങ്ങിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തതായിട്ട് നമുക്കറിയില്ല. കാരണം ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിൽ ചർച്ച ചെയ്യുന്ന മുഴുവൻ വിഷയങ്ങളും പുറത്തു പറയണമെന്നില്ല. അത്തരം ചില നീക്കങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് മേൽ ട്രംപ് നമുക്ക് കുറച്ച് ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു, അധിക നികുതിയൊക്കെ ഏർപ്പെടുത്തി. അതോടുകൂടി സെപ്റ്റംബർ മുതൽ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് കുറച്ചു. ഇപ്പോൾ പുടിൻ ഇന്ത്യയിലേക്ക് വന്ന് മീറ്റിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് എണ്ണ വാങ്ങിച്ചോളൂ, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ എത്തിച്ചേരാം. മാത്രമല്ല, വ്യാപാര മേഖലയിൽ എന്തെങ്കിലും ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയാൽ അതിന് മറുപടി നൽകാനായിട്ട് റഷ്യ തയ്യാറാണെന്നുള്ള ഉറപ്പും കൂടെ നൽകുന്നുണ്ട്. അങ്ങനെ ഗ്രീസ്, സൈപ്രസ്, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളിലെ കപ്പലുകളിൽ കൂടുതലായിട്ട് എണ്ണ എത്തിക്കാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഏതാണ്ട് 44% എണ്ണ ഒക്ടോബർ മാസത്തിൽ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും റഷ്യ എത്തിച്ചു കഴിഞ്ഞു. മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ 44%മായി പറയുന്നത്. അതുകൂടാതെ ഈ എണ്ണ കൊണ്ടുവരുന്നത് ഷാഡോ ഫ്ലീറ്റിലാണ്. ഈ ഷാഡോ ഫ്ലീറ്റിനെ ഇൻഷുറൻസ് ഇല്ലെന്നോ അല്ലെങ്കിൽ അത് നിയമപരമല്ലെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഇനി തടയാനുള്ള ഒരു നീക്കം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെട്ട രാജ്യങ്ങൾ, ഏതാണ്ട് 27ഓളം രാജ്യങ്ങളുണ്ട്, ഒപ്പം G7 രാജ്യങ്ങളും ചില തന്ത്രങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് റഷ്യ മനസ്സിലാക്കി. റഷ്യ പറയുകയാണ്, ഞങ്ങൾ ഈ എണ്ണ കൃത്യമായിട്ട് അവിടെ എത്തിച്ചു തരും. 38% എണ്ണ ഇതുവരെ എത്തിച്ചു തന്നത് യൂറോപ്യൻ യൂണിയൻ്റെയും ഓസ്ട്രേലിയയുടെയും ഒക്കെ അനുമതിയോടുകൂടി തന്നെയാണ്. ഇനിയും അത് എത്തിച്ചു തരാമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ റഷ്യൻ കപ്പലുകളെ അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ തടഞ്ഞാൽ സഹായിക്കാനായിട്ട് നോർത്ത് കൊറിയ വരുമെന്നർത്ഥം. നോർത്ത് കൊറിയൻ പ്രസിഡന്റായിട്ടുള്ള കിം ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപും അമേരിക്കയും ശത്രുപക്ഷത്താണ്. അമേരിക്ക റഷ്യക്കെതിരെ തിരിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഹായിക്കാൻ വരുന്നത് നോർത്ത് കൊറിയ ആയിരിക്കും. ഇത്തരം ഒരു നീക്കത്തെ അമേരിക്ക ഭയപ്പെടുന്നു. നിലവിൽ ഡൊണാൾഡ് ട്രംപിന്റെ തലതിരിഞ്ഞ തീരുമാനങ്ങൾ, നീക്കങ്ങളൊക്കെ തന്നെ ഇന്ത്യയുമായുള്ള ബന്ധത്തെ കാര്യമായി ബാധിച്ചു. ഏഷ്യയിലെ ഒരു വൻ ശക്തിയായിട്ട് കുതിച്ചു വരികയാണ് ഇന്ത്യ. നിലവിൽ ചൈന വൻ ശക്തിയാണ്. ചൈനയുമായിട്ട് അമേരിക്കയ്ക്ക് ബന്ധം അത്ര സുഖകരമല്ല. ഇവിടെ ഏഷ്യയിലെ മറ്റൊരു ശക്തിയായിട്ട് ഇന്ത്യ വളരുകയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധവും കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു പ്രതിനിധി സംഘത്തെ വേഗം ഇന്ത്യയിലേക്ക് അയക്കുന്നു. എന്നിട്ട് താരിഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. കാരണം ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ട് കൂട്ടുകൂടേണ്ടതിൻ്റെ ആവശ്യകത കൂടി വന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് നമ്മൾ 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങുന്ന കാര്യത്തിൽ, S-500 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്ന കാര്യത്തിലൊക്കെ തന്നെ ചില സൈനിക കരാറിലേക്ക് ഏർപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അമേരിക്കയെ നമ്മൾ ഒരു പടി അകലേക്ക് മാറ്റി നിർത്തും. ഇത് ആ രാജ്യത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അമേരിക്കയിലെ വിദഗ്ധരൊക്കെ തന്നെ ട്രംപിനെ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും സങ്കീർണമായ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യയോടും ഉക്രൈനോടും ഒരേ സമയം നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ച നയതന്ത്ര വിജയമായിട്ട് ഇതിനെ കണക്കാക്കുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് വ്ളാഡിമിർ സെലൻസ്കി നേരിട്ട് ആവശ്യപ്പെടുന്നത്. ട്രംപ് ഇത്രയും കാലം തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലെ നയതന്ത്രജ്ഞരും ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം രാജ്യാന്തര തലത്തിൽ നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും മികവ് പുലർത്തുന്ന ഭരണാധികാരി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയാണ്. പുടിനുമായിട്ടും സെലൻസ്കിയുമായിട്ടും ഒരേപോലെ നല്ല ബന്ധം പുലർത്തുന്നതുകൊണ്ട് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഇന്ത്യ ഇടപെടണം. അല്ലെങ്കിൽ അത് ലോകത്ത് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും നയിച്ചേക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിയാം. അങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര നീക്കത്തെ അംഗീകരിക്കുന്നു, വ്യാപാര വളർച്ചയെ അംഗീകരിക്കുന്നു, സാമ്പത്തിക സൈനിക കരാറിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നു. അതുകൊണ്ടാണ് ട്രംപ് വളരെ പെട്ടെന്ന് ഒരു പ്രതിനിധി സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഒപ്പം ട്രംപും 2026 ജനുവരിയിൽ ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വിപുലമായ ചർച്ച ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ നയതന്ത്ര മേഖലയിലെ ഒരു പുലിയായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.